ശ്രീ മഹേഷ് പണിക്കർ, ഇപ്പോൾ ഇത് നോക്കൂ, ഈ ദേവതാസ്ഥാനത്തെ ആണെങ്കിലും ഉപദേവതാസ്ഥാനത്തെ ആണെങ്കിലും ഒക്കെ പണികൾ നടക്കുമ്പോൾ, പ്രത്യേകിച്ചും ഇപ്പോൾ 2009 ഗുണം എന്താണെന്ന് വെച്ചാൽ ഹൈക്കോടതി നേരിട്ട് അവിടെ ഭരണസമിതിയെ ഏർപ്പെടുത്തിയിരിക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ അവിടെ കോടതി അറിയാതെ ഒന്നും നടപ്പിലാക്കാൻ കഴിയില്ല. മാനുവൽ പ്രകാരം അവിടെ തന്നെയാണ് ആ പണികൾ നടത്തിയത് എന്നുള്ളതാണ് ഏക ആശ്വാസം. പക്ഷേ ആ പണി നടക്കുന്നിടത്ത് അട്ടിമറി ഉണ്ടായിട്ടുണ്ടോ? അവിടെ നിന്ന് പഴയ കലശങ്ങളടക്കം മാറ്റി അന്ന് മറ്റെന്തെങ്കിലും അവിടെ റീപ്ലേസ് ചെയ്യുകയാണോ എന്നുള്ള ആശങ്കയാണ് ഇപ്പോഴുണ്ടാകുന്നത്. അതിന്റെ ഇപ്പോഴത്തെ പ്രഭക്കുറവടക്കം പരിഗണിക്കുകയാണെങ്കിൽ മാത്രമല്ല, പങ്കജ് ഭണ്ഡാരി അറസ്റ്റിലാണ്. നമുക്കിനി സ്മാർട്ട് ക്രിയേഷൻസിനെ വിശ്വസിക്കേണ്ട എന്തെങ്കിലും ആവശ്യം അവിടെ നിലനിൽക്കുന്നുമില്ല. അവർ മാറ്റി പറഞ്ഞ മൊഴികളുടെ അടിസ്ഥാനത്തിൽ അവർക്ക് ഈ കടത്തിലും ഈ സ്വർണ്ണക്കൊള്ളയിലും പങ്കുണ്ട് എന്നത് സംബന്ധിച്ച സംശയലേശമല്ലേ പൊതുസമൂഹത്തിന്റെ മുന്നിൽ ഉണ്ട് താനും. ശ്രീ മഹേഷ് പണിക്കർ, ഇതിനെല്ലാം പക്ഷേ കൃത്യമായി അത് തന്ത്രവിധി പ്രകാരമാണെങ്കിലും മന്ത്രവിധി പ്രകാരമാണെങ്കിലും ഉത്തരവാദിത്തത്തിന്റെ പേരിലാണെങ്കിലും ഇതിനൊക്കെ കാലാകാലങ്ങളിൽ മേൽനോട്ടം വഹിക്കേണ്ട സംവിധാനം എന്തുകൊണ്ടാണ് അവിടെ ഇതൊന്നും അറിയാതെ പോയത്? എന്തിന്? എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന കാര്യം എന്ന് പറയുന്നത് സ്മാർട്ട് ക്രിയേഷൻസിന്റെ 2009 അവിടുത്തെ സാന്നിധ്യം ഇതുവരെ ആരും പറയാതെ പോയത് എന്തുകൊണ്ടാണ്? ഇത് ആക്ച്വലി ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരാളുടെ ബിനാമിയാണ്. നമ്മൾ ഈ ദൈവതുല്യം എന്നൊക്കെ പറയുന്ന ആൾക്കാരുടെ ബിനാമിയാണ്. അപ്പോൾ അവരുടെ മേൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വന്നിട്ടാണ് ഇവർ ഓപ്പറേഷൻസ് എല്ലാം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. വേറൊരു ശ്രീ അത് മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം, ഇവർ ഇത് പുറത്ത് കൊണ്ടുപോയെന്നല്ല, ഇവർ അവിടുന്ന് പണിത് കൊണ്ടുവന്നതാണ്. ഈ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷനിൽ നിന്ന് പണിതിട്ടാണ് ഈ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത്. അല്ലാണ്ട് ഇവിടുത്തെ സാധനങ്ങൾ ഇളക്കി ഇപ്പം നമ്മൾ ഈ ധാരപാലകവാളി പോലത്തെ കേസല്ല, ഈ പറഞ്ഞ മാളികപ്പുറത്തിൻ്റെയും കേസൊക്കെ. അതായത് അവരവിടെയാണ് പണിതിരിക്കുന്നത്. ചെന്നൈ പണിതിട്ട് അതിൻ്റെ ഫോട്ടോസൊക്കെ അങ്ങനെയാണ് അവരുടെ ഓഫീസിൽ വെച്ചിട്ടുള്ള പണിതിട്ടാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം ഈ പഴയ സാധനങ്ങൾ ഇവർ കൊണ്ടുവന്നിട്ട് പഴയ സാധനങ്ങൾ കൊണ്ടുപോയിരിക്കുകയാണ്. അപ്പം അത് സത്യം പറഞ്ഞാൽ നമ്മുടെ കഥകിന്റെ കേസിലും അതാ സംഭവിച്ചത്. കഥക് അവർ അവിടുന്ന് പണിത് കൊണ്ടുവന്നു. പഴയ കഥകൾ ഇളക്കിക്കൊണ്ട് പോകാൻ അവർക്ക് പറ്റാത്തതുകൊണ്ട് കട്ടളയും കൂടെ അതിന്റെ ചേർത്തിളക്കി. കട്ടളയും ഉൾപ്പെടെ പഴയ കഥവും കൊണ്ടുപോയി. അതേ സിസ്റ്റമാണ് ഈ പറഞ്ഞ 2009 അവർ ഓപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. അതിനൊരു സാധൂകരണം എന്ന് പറയുന്നത് അങ്ങനെ ഒരിക്കൽ പണിത് കൊണ്ടുവന്ന പീഠമാണ് അവിടെ കൃത്യമായി ഫിക്സ് ചെയ്യാൻ കഴിയാതിരിക്കുകയും മാറ്റിവെക്കുകയും ചെയ്തത്. അതെ 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 അതായത് ഈ രണ്ടാമതൊരു പീഠം കൊണ്ടുവരാന്ന് പറയുന്നത് തന്നെ അതൊരു എന്താ പറയുക, ആദ്യത്തെ പീഠത്തിന്റെ പ്രശ്നം അപ്പം അവർ മാറ്റിയെന്നുള്ള, അതായത് ഉരുക്കിയെടുത്തതല്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ രണ്ടാമത്തെ പീഠം. ഉരുക്കിയെടുത്താണെങ്കിൽ ആ ഒരു ഒറ്റ സെറ്റല്ലേ വരത്തുള്ളൂ. രണ്ടാമത്തെ പീഠം എങ്ങനെയാ വരിക? അപ്പം അത് ഉറപ്പായിട്ടും ഇവർ ആ പാളി മാറ്റി പുതിയ പാളി കൊണ്ടുവന്നുള്ള ഏറ്റവും വലിയ തെളിവാണ് രണ്ടാമത്തെ പോറ്റി പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അത് ദേവസ്വം ബോർഡിനെ ഉൾപ്പെടെ പ്രതിസ്ഥാനത്താക്കാൻ വേണ്ടിയായിരുന്നു. അത് ദേവസ്വം ബോർഡിനെ പ്രതിസ്ഥാനത്താക്കാനാണോ ദേവസ്വം ബോർഡിനെ സംരക്ഷിക്കാനാണോ എന്ന കാര്യത്തിലൊക്കെ സംശയമുണ്ട് ശ്രീ എസ് കെ സജീഷ്. കാരണം 4 കിലോ കാണുന്നില്ല എന്ന് പറഞ്ഞത് ഫില്ല് ചെയ്യാനാണ് അന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞത്. ഉണ്ണികൃഷ്ണൻ പോറ്റി അത് വീട്ടിൽ വെച്ച് അത് പറയാനുള്ള കാരണം എന്ന് പറയുന്നത് ശ്രീ എസ് കെ സജീഷ് 4 കിലോ കാണുന്നില്ല എന്ന കോടതി വിമർശനത്തെ സാധൂകരിക്കാൻ പീഠമാണ് 4 കിലോ എന്ന് പറഞ്ഞു വെക്കാൻ വേണ്ടിയാണ്. അതെ അതെ അല്ല, അതിലെ വേറൊരു ക്യാരക്ടറിനെ നമുക്ക് ട്രേസ് ചെയ്യേണ്ടതുണ്ട്. കാര്യം ഒരു വാസുദേവൻ പോറ്റിയാണ് ഇത് കൊണ്ട് കൊടുക്കുന്നത്. ഈ പഴയ പീഠം അയാളുടെ കയ്യിലായിരുന്നെന്നാണ് പറയുന്നത്. വാസുദേവൻ പോറ്റി വളരെ ഇതിനകത്തെ ഒരു നിർണായക ഘടകമാണ്. കാര്യം ഇതേ വാസുദേവൻ പോറ്റിയാണ് നമ്മുടെ 2017 നടന്ന കൊടിമരത്തിന്റെ മണി സ്പോൺസർ ചെയ്തിരിക്കുന്നത്. അതായത് പഴയ മണി അടിച്ചോണ്ട് പോയത് അയാളാണ്. ഇവർ പണ്ടേ ഉള്ളു ഈ വാജുവാഹനം അടിച്ചുകൊണ്ട് പോകാനത്ത് ഈ വാസുദേവൻ പോറ്റിയുണ്ട്. അയാളാണോ മണി സ്പോൺസർ ചെയ്യുന്നത്. ഈ പറഞ്ഞ നമ്മുടെ ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞ കാണാതെ പോയ പീഠം അയാളുടെ പെങ്ങളുടെ വീട്ടിൽ കൊണ്ട് കൊടുക്കുന്ന ആളെന്ന് പറയുന്ന വാസുദേവൻ പോറ്റിയാണ്. 4 ദിവസം മുമ്പോ 5 ദിവസം മുമ്പോ ഈ പറഞ്ഞിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞിട്ട് കാര്യം 4 കൊല്ലം അയാളായിരിക്കുന്നത്. അപ്പം ഈ വാസുദേവൻ പോറ്റിയും ഈ പറഞ്ഞ മണിയും ഈ കൊടിമരവും ഈ ശ്രീ മാധു നേരത്തെ പറഞ്ഞതിനകത്ത് 2009 മുതൽ 2025 വരെ ഉള്ളതിനകത്ത് 2 ഇവന്റ് വിട്ടുപോയി. ഒന്ന് 2015 18-ാം പടി, പഴയ 18-ാം പടി 2015 പുതിയതായിട്ട് ബാംഗ്ലൂരിൽ നിന്ന് പണിത് കൊണ്ടുവന്നു. പഴയ പടി എവിടെ? ശ്രീ ജയകുമാർ സാറാണ് അന്നും മറ്റേ എന്താ പറഞ്ഞ ഹൈ പവർ കമ്മീഷണർ എന്ന് പറയുന്ന പൊസിഷനിൽ ഇരിക്കുന്നത്, ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. പഴയ പടി എവിടെ? ഒന്ന്. രണ്ടാമത്തെ കാര്യം കൊടിമരം അതിന്റെ കൂട്ടത്തിൽ ഈ മണി, ഈ വാജിവാഹനം, അഷ്ടദിക്പാലകര്, പഴയ കൊടിമരം എവിടെ? ഈ പറഞ്ഞ സാധനം എന്നിട്ട് വാജിവാഹനം ഈ പ്രശ്നങ്ങളൊക്കെ വന്ന് പുള്ളി പെടുവെന്ന് അറിയാപ്പോഴത്തേക്ക് തന്ത്രി പറഞ്ഞു ഇത് എൻ്റെ കയ്യിലുണ്ട്, ഞാൻ തിരിച്ചു കൊടുക്കാൻ തയ്യാറാ. അവർ മേടിച്ചില്ല. അപ്പം അതൊക്കെ എന്ന് പറയുന്നത് വളരെ ദുരൂഹമാണ്. ഈ പറഞ്ഞ കച്ചവടത്തിനകത്ത് ഏറ്റവും ദുരൂഹമായ സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ കൊടിമരമായിട്ട് ബന്ധം 2017 നടന്നതാണ്. അതുപോലെ 2015 ഇത്. അപ്പോൾ മൊത്തത്തിൽ ശബരിമലയിൽ ഒരു സീരീസ് ഓഫ് ക്രൈം ഉണ്ട്. ഈ ക്രൈമിനകത്തെല്ലാം നമ്മുടെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇൻവോൾവ് ആണ്. അതുപോലെ തന്നെ ഈ ക്രൈമിനകത്തെല്ലാം ഈ ദൈവതുല്യരും ഇൻവോൾവ് ആണ്. അവിടുത്തെ തന്ത്രി പോറ്റി ഇതെല്ലാം ദൈവിക കാര്യങ്ങളാണ്. ഇതെല്ലാം പൂജയും ഓരോ സാധനം ഇളക്കണയിലും പിടിപ്പിക്കണയിലും ഒക്കെ പൂജ വേണം, അനിത്യം വേണം, അങ്ങനത്തെയൊക്കെ കാര്യങ്ങളുണ്ട്.
അപ്പം ഇതിനകത്ത് 2009 ഇപ്പം കാണിച്ചിരിക്കുന്ന ഈ പരിപാടി വളരെ വലിയൊരു ഒരു മുന്നോട്ടുള്ള ഒരു പോക്കാണ്. കാര്യം ഇതിനകത്തെ മൊത്തത്തിലൊന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും ഈ സ്മാർട്ട് ക്രിയേഷൻസിന്റെ 2015 ഒരു വീഡിയോ ഉണ്ട്. ശ്രീ ജയറാം ഉൾപ്പെടെ ഇരിക്കുന്ന പങ്കജ് ഭണ്ഡാരിയെ കൊണ്ട് സംസാരിക്കുന്നുണ്ട്. ആ സംസാരിക്കുന്നത് അയാൾ പറയുന്ന അയാൾക്ക് 3 ഗ്രാം മതി എന്നാ ഒരു സ്ക്വയർ ഫീറ്റ് 25 കൊല്ലം കഴിഞ്ഞ് തിരിച്ചെടുക്കാന്ന. അപ്പം അങ്ങനെ പറയുന്ന വീഡിയോ നമ്മുടെ മുമ്പിൽ ഈ പ്രശ്നം വന്നപ്പോൾ പോലെ ഉണ്ട്. അപ്പം അത് പറഞ്ഞിട്ടും ഈ പ്രശ്നങ്ങളൊന്നും ആരും കാണാത്ത ആരും ഒരു ഇതെടുക്കുന്നത് നമുക്ക് വളരെ അത്ഭുതമാണ്. പക്ഷെ എന്തായാലും SIT ഇപ്പൊ എന്തായാലും ആ രീതിയിൽ തന്നെ പോകുന്ന അന്താരാഷ്ട്ര കൊള്ളയുടെ രീതിയിൽ തന്നെ പോകുന്ന ഈ സാധനങ്ങൾ ഒന്നും ഇവർ ഒരുക്കിയിട്ടുമില്ല. ഈ സാധനങ്ങളെല്ലാം അതുപടി മാറ്റിയതാണ്. വേറെ എന്തെങ്കിലും ഒന്ന് വന്നു കഴിഞ്ഞാൽ നോക്കൂ, ഈ ദേവസ്വം ബോർഡിന് കീഴിലുള്ള എല്ലാ ദേവസ്വം ബോർഡിന് കീഴിലുള്ള അമ്പലങ്ങളിൽ ഇതുവരെ ഉണ്ടായ കൊടിമര പ്രതിഷ്ഠ അടക്കമുള്ള കാര്യങ്ങളിലൊന്നും ആരും തിരിച്ചു ചോദിക്കില്ല ഇതെന്താണ് ചെയ്തത് എന്നുള്ളത്. അതിലൊക്കെ സത്യം പറഞ്ഞാൽ അന്വേഷണം വേണ്ടതാണ് എന്ന് തോന്നുന്നു. ഇതൊക്കെ ചെയ്യാൻ ഏറ്റവും അധികാരമുള്ള ആളുകൾ അതൊക്കെ കൃത്യമായിട്ടായിരിക്കും ചെയ്യുക എന്നുള്ള വിശ്വാസത്തെ ചൂഷണം ചെയ്തോ എന്നുള്ളതൊക്കെ ചോദ്യങ്ങളാണ്. നമ്മളാരും അത് അന്വേഷണത്തിന്റെ വഴിക്ക് വരികയും ചെയ്യട്ടെ.